ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഫ്രൈഡേ വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടില്ല, ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ. അപ്പോൾ ഇതിൽ റെസിപ്പി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതാ കണ്ടില്ലേ, നല്ല പുതിയാപ്ല സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റൈസ്, നമ്മുടെ സ്വന്തം നെയ്ച്ചോറ്. അതുപോലെ തന്നെ ഫ്രൈഡേയിലുള്ള കുറച്ച് വീട്ടുവിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോക്ക് താഴെ ലൈക്ക് ബട്ടൺ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിന്ന് രാവിലെ തന്നെ എണീച്ചിട്ട് പുട്ടും പഴം ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ഇങ്ങനെ ഫ്രൈഡേയിൽ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കില്ല. അപ്പോൾ ഇന്ന് പഴം കിട്ടിയതുകൊണ്ട് ഏതായാലും പുട്ടാക്കാമെന്ന് വിചാരിച്ച്. മുമ്പൊക്കെ ഗൾഫുകാരുടെ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ലീവില്ല ദിവസമാണ്. ഇപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ലീവ് തന്നെയാണ്. വളരെ കുറച്ച് കമ്പനീസിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പണിക്ക് പോകുന്നുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ എല്ലാവരും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾക്കും അങ്ങനെ തന്നെ, കുട്ടികളും വീട്ടിൽ, ഞാനും വീട്ടിൽ, ഹസ്ബൻഡ് മാത്രമേ ഇപ്പോൾ ജോലിക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇത് പുട്ട് അവിടെ റെഡി ആകുന്നുണ്ട്. അപ്പോഴേക്ക് അപ്പുറത്ത് നല്ല സ്ട്രോങ് പാൽ ചായയും. അപ്പോൾ ഞാൻ പുട്ടാക്കിയിട്ടുള്ളത് ബ്രാഹ്മിൻസിൻ്റെ മൾട്ടിഗ്രെയിൻ പുട്ടുപൊടി കൊണ്ടാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ ഇതാ കണ്ടില്ലേ, ചോളം, കടല, എല്ലാ ടൈപ്പ് ധാന്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ബോഡിക്ക് വേണ്ട എല്ലാം ഒന്നിച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണെന്ന് പറയാനില്ല, പക്ഷെ എന്നാലും പഴമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു കൊറോണ ടൈമിൽ നമ്മളും കുറച്ച് ഹെൽത്തി ആയ ഫുഡ് തന്നെയാണ് കഴിക്കാൻ നോക്കേണ്ടത്, മക്കളെ കൊണ്ട് കഴിപ്പിക്കാനും. അതുപോലെ തന്നെ നിങ്ങൾ സാധാരണ അരിപ്പുട്ട് തന്നെയാണ് എപ്പോഴും കഴിക്കുന്നതെങ്കിൽ ഒരു ചേഞ്ചൊക്കെ ആവും ഇടയ്ക്ക്. ഗോതമ്പ് പുട്ട്, അതുപോലെ തന്നെ ഇതുപോലുള്ള മൾട്ടിഗ്രെയിൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി വറുക്കുന്ന പുട്ടിൻ്റെ കൂടെ ഇതാ ചെറിയ പഴം, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് പശു നെയ്യും കൂടി ചേർത്തിട്ട് ഇന്ന് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നോമ്പൊക്കെ ആയതുകൊണ്ട് പുട്ടും പഴമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ടായിരിക്കണം ഇത്രയും ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ പുട്ടുമ്പഴൊക്കെ അടിച്ചത് മോൻ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിയ ശേഷം കുറേ നാളെ ഈ ഒരു ബ്ലോഗ്സ് കൊണ്ട് തന്നെയാണ് അവൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നല്ല ബിസിയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഉച്ചക്കേക്ക് ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ തേങ്ങ ഒരിച്ചപ്പോൾ തന്നെ ഇതാ കണ്ടില്ലേ, നല്ല ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് ചിരട്ടയോടെ കിട്ടിയില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തേങ്ങ കിട്ടുന്ന കാര്യം അത്യാവശ്യം കഷ്ടം തന്നെയാണ്. അപ്പോൾ ചില ഹൈപ്പർ മാർക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും, ചിലയിടത്ത് നല്ല വിലയായിരിക്കും, ചിലയിടത്തുനിന്ന് വാങ്ങിയാൽ ഇപ്പോൾ ഇതിന് മുമ്പേ വീഡിയോസ് ഞാൻ കാണിച്ചിരുന്നു, ചിലത് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കിട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലാന്ന്. അപ്പോൾ ഇതാ കണ്ടില്ലത് പൊട്ടിച്ചപ്പോഴുള്ള അവസ്ഥയാണ് ഇതിങ്ങനെ ചിരട്ട പോയിട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് ഏതായാലും കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് നെയ്ച്ചോറും മട്ടൻ കുറുമയാണ്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് മട്ടനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം 1 കിലോൻ്റെ അടുത്തുണ്ട് ഇത്. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഹസ്ബൻഡാണ് എല്ലാം ക്ലീൻ ചെയ്ത് തന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കിച്ചൺ കൗണ്ടറിലുള്ള ഒരു സന്തോഷമാണ് ഈ കാണുന്നത്. ഇത് നോമ്പിന് ഞാൻ ക്യാപ്സിക്കം വാങ്ങിയപ്പോൾ അതിലുണ്ടായ കുരു നട്ടതാണ്. അപ്പോൾ ഇതിൽ 2 പാകമായിട്ടുണ്ട്, മുളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെടിയായി കിട്ടുമോ എന്നുള്ളത് ബാക്കിയുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കിച്ചണിൽ തന്നെ വെച്ചിട്ടായില്ല, ഇത് ഒരു മൂലയിലായിട്ട് മുളച്ച് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ശരിക്കും ഇങ്ങനെ ചിരട്ട പോവുകയാണെങ്കിൽ തേങ്ങ ഇങ്ങനെ നമുക്ക് പൊടിച്ചെടുത്താൽ മതി. ഇത് വറവിനായാലും കറിക്കായാലും എല്ലാം നമുക്ക് തേങ്ങ ചേർച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു തേങ്ങയും ഇവിടെ എടുത്തിട്ടുണ്ട്, കാരണം കുറുമയാക്കുമ്പോൾ അറിയാമല്ലോ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ വേണം. അപ്പോൾ ഇന്ന് ആക്കിയിട്ടുള്ളത് വെള്ളക്കുറുമയാണ്, മട്ടൻ്റെ വെള്ളക്കുറുമയാകുമ്പോൾ അറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നാട്ടിലെല്ലാണെങ്കിൽ നമ്മൾ പുതിയാപ്പിള സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. വീട്ടിൽ പുതിയാപ്പിളമാറോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഈ വെള്ളക്കുറുമയും അതുപോലെ തന്നെ സ്പെഷ്യൽ നെയ്ച്ചോറൊക്കെ. അപ്പോൾ വെള്ളക്കുറുമൻ്റെ റെസിപ്പി വേറെ തന്നെ ഇടുന്നതുകൊണ്ട് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. അപ്പോൾ കറിക്ക് വേണ്ടതും അതുപോലെ തന്നെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ഉള്ളി മുറിച്ചിടുന്നു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയിൽ ഇങ്ങനെ ചെറിയൊരു ബോക്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഉണ്ടാക്കി വെക്കാൻ കുറച്ചൊരു മടിയായിരിക്കും നമുക്ക്, എന്നാലും പെട്ടെന്നോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുമ്പോൾ ഒരു ബോക്സിൽ അവിടെ ഫ്രിഡ്ജിലുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു മനസ്സമാധാനം തന്നെയാണ്. അപ്പോൾ മട്ടൻ കറിക്കുള്ള പണി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറും കൂടി റെഡിയാക്കാം അതിൻ്റെ കൂടെ.
അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ട് ഊറ്റിയെടുത്തതാണ് ഇത്. അരി പിന്നെ ജീരകശാല അരിയാണ്, അത് മാറാനൊന്നുമില്ല. നല്ല ബെസ്റ്റ് നെയ്ച്ചോറ് കിട്ടണമെങ്കിൽ അതന്നെ വേണം നമുക്ക്. അരി കുതിർത്തി വെക്കുന്നതിന് മുമ്പേ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നെയ്ച്ചോറിന് നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ചുള്ളി, അതുപോലെ തന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഗ്രാമ്പൂവിൻ്റെ ഇലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റാം. ഒന്ന് വാടി വരികയേ വേണ്ടു, അതിൻ്റെ നിറം മാറാൻ പാടില്ല, അപ്പോൾ നെയ്ച്ചോറിൻ്റെ കളറൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതാ കഴുകി വെച്ച് ഊറ്റി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കാം. അരി വറുത്തിട്ടാണ് വെക്കുന്നത്. നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറ് കിട്ടണമെങ്കിൽ നമ്മൾ അരി വറുത്തിട്ട് തന്നെ നെയ്ച്ചോറ് വെക്കണം. അതുപോലെ തന്നെ നല്ല പുതിയാപ്പിള സ്റ്റൈലിൽ നല്ല അടിപൊളി നെയ്ച്ചോറ് കിട്ടണമെങ്കിൽ നല്ല നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. സാധാരണ നമ്മൾ എന്തെങ്കിലും വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലോ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ എങ്ങനെ ഉപയോഗിച്ചിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ടേസ്റ്റും മണമൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ പേര് പോലെ തന്നെ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതിങ്ങനെ വറുക്കേണ്ടത്. ഇടയ്ക്കൊന്നൊരു പൊട്ടുന്ന ഒച്ച പോലെ കേൾക്കും. ആ ഒരു സമയത്ത് നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് ജീരകശാല അരിൻ്റെ കണക്ക്. വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക അടച്ചു വെച്ചിട്ട്. അപ്പോഴേക്കും ഇത് വെള്ളം വറ്റിയിട്ടുണ്ടാവും. പിന്നെ ഇതാ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുക്കുക എന്തെന്ന് വെച്ചാൽ ഈ ഒരു അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അടച്ചു വെക്കാം. അടച്ചു വെക്കേണ്ടത് നല്ല ലോ ഫ്ലെയിമിലായിട്ടാണ്. ഇതാ ഒരു സൈഡിൽ നമ്മുടെ മട്ടൻ വെള്ളക്കുറുമല നല്ല കുറുകി വരുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വേവുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത്. ഇനി ഇതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം പ്രത്യേക ഒരു മണം തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഒരു ഭാഗത്ത്. ഇനി നമുക്കിതിന് വേണ്ട ഉള്ളി പൊരിക്കണം. ഉള്ളി പൊരിക്കണം എന്നല്ല പറയല്, ഉള്ളി പൊരിക്കണം എന്നാണ് പറയല്. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ സാധാരണ ബിരിയാണി ആക്കുമ്പോൾ നെയ്ച്ചോറാക്കുമ്പോൾ ആക്കില്ല. നമ്മളെ വീട്ടിൽ പുതിയാപ്പിളയോ അല്ലെങ്കിൽ വല്ല ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല സ്റ്റൈലായിട്ട് ഇതേപോലെ നാട്ടിൽ നിന്നൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കൽ. അപ്പോൾ ഇത് നെയ്ച്ചോറൊക്കെ റെഡിയായി. ഇനി കുറച്ച് പപ്പടം പൊരിക്കലാണ്. അപ്പോൾ ഉള്ളി പൊരിച്ച അതേ ഒരു നെയ്യിൽ തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നത്, നെയ്യിലല്ല എണ്ണയിൽ. അപ്പോൾ പപ്പടം ഒരു 4 കഷ്ണാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, കാരണം എണ്ണ കുറവായിരുന്നു. അപ്പോൾ പിന്നെ എണ്ണ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഇതും കൂടി ഒഴിച്ചിട്ട് അതും കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഫ്രൈ ചെയ്താൽ അത് വേണമെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യം ഉപയോഗിക്കാം, അന്ന് അല്ലെങ്കിൽ മാക്സിമം പിറ്റേന്ന്. അതിൽ തന്നെ നമ്മൾ ആ എണ്ണ കളയാൻ നോക്കണം. അല്ലാണ്ട് ഈ ഒരു കളർ വന്ന എണ്ണയൊന്നും ഒരിക്കലും എടുത്ത് വെക്കാൻ പാടില്ല. ഇതിലിപ്പോൾ ഉള്ളീൻ്റെ കളറും കൂടി വന്നുകൊണ്ടാണ് ഒരു മഞ്ഞ കളറായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഫ്രൈ ചെയ്താണെങ്കിൽ ഒരിക്കലും കഴിക്കാണ്ടിരിക്കുന്നത് ഇപ്പം ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട്, വെള്ളക്കുറുമിയും റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്ച്ചോറ് വിളമ്പലാണ്. വിളമ്പുന്നതിൻ്റെ ഒരു സ്റ്റൈലുണ്ട് കേട്ടോ, അത് വെറുതെ അങ്ങ് വാരിയിട്ടിട്ട് കഴിക്കലല്ല കയ്യിലുണ്ട്. അപ്പോൾ ഇതാ പുതിയാപ്പിള സ്റ്റൈലാണെങ്കിൽ ഇതേപോലെ നല്ല പാത്രത്തിലൊന്ന് സെറ്റാക്കി അതൊന്ന് കമിഴ്ത്തി കൊടുത്ത് നല്ല മൊഞ്ചാക്കണം. അതിൻ്റെ പുറത്ത് ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുത്ത്, ഉള്ളി പൊരിച്ചതല്ല പൊരിച്ചത്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേറെ നല്ല മൊഞ്ചാക്കിയിട്ടാണ് നമ്മൾ മുന്നിൽ വെച്ച് കൊടുക്കൽ. എത്ര ടേസ്റ്റിലാണോ നമ്മൾ ഫുഡ് ആക്കുന്നത് അത്രയും ടേസ്റ്റിൽ തന്നെയാണ് ശരിക്കും വിളമ്പി കൊടുക്കേണ്ടത്. നമുക്കും അങ്ങനെയാണല്ലോ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ വല്ല ഗസ്റ്റിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നല്ല ഭംഗിയിൽ വിളമ്പി തരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണ് കാണാനും കഴിക്കാനും. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ എല്ലാവർക്കും പുതിയാപ്പിള സ്റ്റൈൽ തന്നെയാണ്. സാധാരണ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതിപ്പോൾ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടായുള്ളത്. നെയ്ച്ചോറും മട്ടൻ വെള്ളക്കുറുമിയും അതുപോലെ തന്നെ അച്ചാറും തൈരും അതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ആക്കിയിട്ടുണ്ട്, രാത്രി വേണമെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഫുഡ് കഴിഞ്ഞിട്ടും മോന് തന്നെയാണ് പരിപാടി. ഇന്ന് ഫുൾ ബിസി. ഇതാ വലിയ പാലമൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് കളിക്കുന്നില്ല. ഖത്തറിലിപ്പോൾ ഒരുപാട് സ്ഥലത്ത് പാലങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അധികം പോകുമ്പോഴും ഇവൻ്റെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ പാലം നോട്ടീസ് ചെയ്യലാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എവിടെയും പോകുന്നില്ല. അപ്പോൾ പണ്ടത്തെ പാലത്തിലിങ്ങനെ ഓർമ്മിച്ചെടുത്തിട്ട് ആൾ ഭയങ്കര തിരക്കായിട്ട് ഉണ്ടാക്കിയെന്ന്.
സൂപ്പർ. ഞാൻ ഫുഡ് കഴിഞ്ഞ് ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞതാ. വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാഴ്ചയാണ് ഈ കാണുന്നത്. കുറച്ച് ദിവസമായി ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ കണ്ടിട്ട്, നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ആയിരിക്കുമല്ലോ ബിസി, നോമ്പ് മുറിക്കേണ്ട തിരക്കിലും. അപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇത് നല്ല റിലാക്സേഷൻ തോന്നി. ക്ലൈമറ്റൊക്കെ നല്ല കൂളായിട്ടുള്ളത്. അതുപോലെ തന്നെ റോഡിലിറങ്ങിയിട്ട് വണ്ടിയൊന്നുമില്ല കാര്യമായിട്ട്. അപ്പോൾ മാസ്കൊക്കെ ഇട്ടിട്ട് ഞാനും മോളും ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഒരു വാക്കിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് ഇത്. കണ്ടില്ലേ, സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലാസാണ് ഈ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയാലും രാത്രി ആയാലും നല്ല നടക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതിങ്ങനെ വെളിച്ചത്തായതുകൊണ്ട് നല്ല കാണാനുണ്ട് ചെടികളൊക്കെ. സാധാരണ പലപ്പോഴും ഒരു 5-10 മിനിറ്റ് അങ്ങനെ രാത്രി നടക്കലുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ റോഡ് സൈഡിലത് ഈ വില്ലൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഫുള്ള് ഫ്ലവേഴ്സ് ഉണ്ട്. ഒരു 3-4 വില്ലയിൽ ഈ ഭാഗത്ത് ഫുള്ള് ഫ്ലവേഴ്സാണ് ഉള്ളത്, അകത്തും പുറത്തൊക്കെ ആയിട്ട്. അതിങ്ങനെ നോക്കി നോക്കി നടക്കാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ശബ്ദം കേൾക്കാം. പക്ഷീൻ്റെ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു പക്ഷികളുണ്ടാവും ഇവിടെയൊക്കെ. അപ്പോൾ നല്ല രസം. നമ്മുടെ നാട്ടിലൊക്കെ അറ്റ്മോസ്ഫിയർ പോലെ തോന്നും ഇതിലേ നടന്നാൽ വൈകുന്നേരം. ഒരുപാട് കാലത്തിന് ശേഷം ഒരു പക്ഷിക്കൂടും കണ്ടുപിടിച്ച് നമ്മളൊരു മരത്തിൽ. അങ്ങനെ ഞാനും മോളൊന്ന് ജസ്റ്റ് നടന്നിട്ട് വന്ന് അപ്പോഴേക്കിത് ഹസ്ബൻഡും കൂടി കൂടിയിട്ടുണ്ട്. ഇവിടെ ഓരോരു ബിൽഡിങ്ങും പ്ലെയിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ രണ്ടാളിങ്ങനെ ജോറ് ബാറായിട്ട് കളിക്കുകയെന്ന്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോന് ഇഷ്ടം ഇതിങ്ങനെ ഉണ്ടാക്കൽ മാത്രമല്ല, അവനത് വളരെ വിശദമായിട്ട് അവൻ്റെ മൈൻഡിലുള്ള കുറേ സങ്കല്പങ്ങളും പിന്നെ അവൻ വിചാരിച്ച് വെച്ച കുറേ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. അപ്പോൾ അതങ്ങനെ കേട്ടിരിക്കാൻ ഒരാളവിടെ ഇരുന്ന് കൊടുക്കൽ അവൻ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ രണ്ടാൾ നടക്കാൻ പോയി. അപ്പോൾ ഹസ്ബൻഡ് ഇന്നിപ്പോൾ ഏതായാലും ലീവായത് കാരണം അവനവിടെ ഇരുന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ അവൻ ഒരുപാട് ഹാപ്പിയാണ്. കുട്ടികൾ മാത്രമല്ല, നമ്മളും അങ്ങനെ തന്നെയാണല്ലോ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ ക്ഷമയോടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാറില്ലേ. പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ. ഇതൊരു നല്ല അടിപൊളി സ്വീറ്റാണ്. ഇതിൻ്റെ പേര് ബാലുഷാഹി. പലർക്കും അറിയാതിരിക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ലെങ്ത് ആവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസം ഇതാക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ഏതായാലും നല്ലൊരു മൂഡിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അധികം ടൈമൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നമ്മളിത് ബേക്കറീസിലൊക്കെ കാണാറില്ല. സാധാരണ നല്ല പഞ്ചസാര സീറിലിങ്ങനെ മുക്കി വെച്ചിട്ടുള്ള സാധനമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മോക്ക് ഭയങ്കര ഇഷ്ടപ്പോൾ കുറച്ച് ദിവസം ഇത് പറയുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വെള്ളിയാഴ്ചത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.